ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെരുവുനായ അക്രമം പെരുകുന്നു. നടപടി സ്വീകരിക്കാതെ ഭരണാധികാരികൾ. ഒന്ന് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ജപ്പാൻ മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കാനുള്ള കുത്തിവയ്പ് ആരംഭിച്ചു. കോഴിക്കോട് കടപ്പുറത്ത് കഞ്ചാവ് ഉണക്കാൻ വെച്ച് കിടന്നുറങ്ങി വെള്ളയിൽ സ്വദേശി മുഹമ്മദ് റാഫി പിടിയിൽ. സാന്ത്വന പരിചരണം സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന് കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ജനുവരി 15 മുതൽ ജില്ലയിലെ 1 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ജപ്പാൻ മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കുന്നതിനുള്ള ഒറ്റത്തവണ കുത്തിവയ്പ് നൽകുന്നു. സ്കൂളുകൾ, അംഗനവാടികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങൾ വഴിയാണ് സുരക്ഷിതമായ ഈ വാക്സിൻ നൽകുന്നതെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു. പിന്നെ കൊതുകിന്റെ അസുഖമായി നിന്ന് കൊതുക് നിയന്ത്രണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്യൂലസ് ഇനത്തിൽപ്പെടുന്ന കൊതുകുകളാണ് ഇതിന്റെ രോഗബാധിതം. തിരുവനന്തപുരം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും സാധാരണ കുത്തിവയ്പ്പുകളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ജാപ്പനീസ് എൻകെഫലൈറ്റിസ് വാക്സിനേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. കോഴിക്കോട് ഇപ്പോൾ കാച്ചപ്പ് ക്യാമ്പയിൻ, കോഴിക്കോട് മലപ്പുറത്ത് കാച്ചപ്പ് ക്യാമ്പയിൻ ആണ്. ഇതുവരെ കൊടുക്കാത്തതായതുകൊണ്ട് 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരുമിച്ച് കൊടുക്കുക. അതിനുശേഷം കുട്ടികളുടെ സാധാരണ കുത്തിവയ്പ്പ് പരിപാടിക്ക് ഇത് കടന്നു വരും. ഏത് വാക്സിനുകളാണെങ്കിലും ഒരു AEFI സർവൈലൻസ് എന്ത് അഡ്വേഴ്സ് ഇവന്റും അത് വാക്സിൻ മൂലമാകണമെന്ന് പോലുമില്ല. അത്തരൊരു സർവൈലൻസ് സംവിധാനം നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ ഈ വാക്സിൻ ഇനാക്ടിവേറ്റഡ്, നിർജീവമാക്കിയ വാക്സിനാണ്. അതിന് വളരെ നല്ല സുരക്ഷാ പ്രൊഫൈലുള്ള വാക്സിനാണ്. ഇതുവരെ എല്ലാ ജില്ലകളിലും മറ്റു ജില്ലകളിലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാക്സിൻ. ഇതിനോടനുബന്ധിച്ച് മൈൽഡായിട്ടുള്ള പാർശ്വഫലങ്ങൾ, അപ്പോൾ ചെറിയ പനി പോലെയോ അതുപോലെ കുത്തിപ്പെടുത്ത ഭാഗത്ത് ചിലപ്പോൾ തടിപ്പോ ചെറിയൊരു വേദനയൊക്കെ ഉണ്ടായിരിക്കാം. അത് 2 ദിവസത്തിൽ സെൽഫ് ലിമിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരം എന്ത് പാർശ്വഫലം, മൈനർ ആണെങ്കിലും മേജർ ആണെങ്കിലും നമ്മളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ആർക്കെങ്കിലും പരുക്കേറ്റാൽ സർക്കാരിനും നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നവർക്കും പിഴ ചുമത്തുമെന്ന് സുപ്രീം കോടതി പറഞ്ഞത് കഴിഞ്ഞ ദിവസം. ഈ വിഷയത്തിൽ പലതവണ കോടതി കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടും ഭരണാധികാരികളിൽ നിന്ന് യാതൊരു നടപടിയുമില്ല. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പരുക്കോ മരണമോ സംഭവിച്ചാൽ സർക്കാരിന് മാത്രമല്ല നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നവർക്കും പിഴ ചുമത്തുമെന്ന കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതിയുടെ മുന്നറിയിപ്പ് പ്രശ്നത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതാണ്. തെരുവ് നായ്ക്കളുടെ അവസ്ഥയിൽ ആശങ്കയുള്ളവർ അവയെ അലഞ്ഞുതിരിയാനും പൊതുജനങ്ങളെ കടിക്കാനും അനുവദിക്കാതെ വീടുകളിലേക്ക് കൊണ്ടുപോകണമെന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കഞ്ചാവ് വിരിച്ചുറങ്ങി പോലീസ് പിടിയിലായി. കോഴിക്കോട് കടപ്പുറത്ത് കഞ്ചാവ് ഉണക്കാൻ വെച്ച് കിടന്നുറങ്ങി പിടിയിലായത് വെള്ളയിൽ സ്വദേശി മുഹമ്മദ് റാഫിയാണ്. കടപ്പുറത്ത് കഞ്ചാവ് ഉണക്കാൻ വെച്ച് പായ വിരിച്ചുറങ്ങിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടുകാരും പോലീസും ചുറ്റും കൂടിയിട്ടും യുവാവ് ഉറങ്ങുകയായിരുന്നു. ഒടുവിൽ പോലീസ് വിളിച്ചുണർത്തിയാണ് കഞ്ചാവ് സഹിതം കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം രാവിലെ 8 മണിയോടെ വെള്ളയിൽ ബീച്ചിലാണ് സംഭവം. വെള്ളയിൽ സ്വദേശി മുഹമ്മദ് റാഫിയാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കർണാടക വൈരക്കുപ്പയിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച നഗരത്തിൽ വിൽപ്പന നടത്തുന്ന പ്രതി കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് വെള്ളയിൽ ബീച്ചിലെത്തിയതെന്ന് പോലീസ് പറയുന്നു. വാഹനം റോഡിൽ നിർത്തിയ ശേഷം കടപ്പുറത്ത് കടലാസ് വിരിച്ച് കഞ്ചാവ് ഉണക്കാൻ വെച്ച് തൊട്ടടുത്ത് പായ വിരിച്ച് പുതച്ചുമൂടി കിടക്കുകയായിരുന്നു. പ്രതി മദ്യപിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. രാവിലെ ബീച്ചിൽ കളിക്കാനെത്തിയവരാണ് വെയിലുദിച്ചിട്ടും ഉറങ്ങുന്നയാളെ ശ്രദ്ധിച്ചത്.
ബോധമില്ലാതെ കിടക്കുകയാണെന്ന് കരുതി പോലീസിനെ അറിയിച്ചതോടെയാണ് കള്ളി വെളിച്ചത്തായത്. 370 ഗ്രാം കഞ്ചാവും ഇരുചക്രവാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. SI രാധാകൃഷ്ണൻ, ASI രതീഷ്, സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണു എന്നിവരായിരുന്നു പോലീസ് സംഘത്തിൽ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാന്ത്വന പരിചരണം ഒരു സത്പ്രവൃത്തി മാത്രമല്ല, സാമൂഹിക ഉത്തരവാദിത്തം കൂടിയാണ്. പാലിയേറ്റീവ് കെയർ ധനസമാഹരണത്തിനായി കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് കെയർ സൊസൈറ്റി തിരുവണ്ണൂർ നടത്തിയ ചായ സൽക്കാരത്തിലേക്ക്. കഴിഞ്ഞ 12 വർഷങ്ങളായി കിടപ്പിലായ രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സാന്ത്വനവും കരുതലും കൈത്താങ്ങുമായി പ്രവർത്തിച്ചു വരുന്ന കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് കെയർ സൊസൈറ്റി തിരുവണ്ണൂർ പാലിയേറ്റീവ് സേവനങ്ങളുടെ സാമ്പത്തിക സമാഹരണം ലക്ഷ്യമിട്ട് ചായ സൽക്കാര പരിപാടി സംഘടിപ്പിച്ചു. വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ നടന്ന ചായ സൽക്കാരത്തിൽ ലഭിച്ച മുഴുവൻ തുകയും രോഗികളുടെ വീട്ടിലെത്തിയുള്ള പരിചരണങ്ങൾക്കും അത്യാവശ്യ സേവനങ്ങൾക്കും ഉപയോഗിക്കും. സാമ്പത്തിക സഹായം ഓൺലൈനായി അയക്കുന്നതിനുള്ള QR കോഡ് സംവിധാനവും ഒരുക്കിയിരുന്നു. വളരെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടവരാണ് എന്ന് ലോകം പറയുമ്പോഴും ഇങ്ങനെയുള്ള വിദ്യാർത്ഥി കൂട്ടായ്മകൾ എന്നും ഈ ചായ സൽക്കാര പരിപാടിയിൽ കോർപ്പറേഷൻ കൗൺസിലർമാരായ കാളക്കണ്ടി ബൈജു, നമ്പിടി നാരായണൻ, SK അബൂബക്കർ, ആയിഷ ബി പാണ്ഡികശാല, പ്രസന്ന സി എന്നിവരും പങ്കെടുത്തു. യാതന അനുഭവിക്കുന്ന ധാരാളം പേർ നമുക്ക് ചുറ്റുമുണ്ടെന്നും അത്തരം വ്യക്തികൾക്ക് വീടുകളിൽ തന്നെ പരിചരണവും കുടുംബത്തിന് പിന്തുണയും നൽകുന്ന സംവിധാനമാണ് പാലിയേറ്റീവ് കെയർ എന്നും ഞാൻ തിരിച്ചറിയുന്നു. ഇവർക്ക് സമൂഹത്തിന്റെ ശ്രദ്ധയും പരിഗണനയും പരിചരണവും ലഭിക്കും വിധം അയൽപ്പക്ക കൂട്ടായ്മകൾ രൂപീകരിച്ച് സാർവത്രിക പരിചരണം ലഭ്യമാക്കുന്നതിന് ഞാൻ പരമാവധി ശ്രമിക്കുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന വീഡിയോയും ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജൈവ കൃഷിയിൽ 100 മേനി വിള കൊയ്ത് ചെറുവണ്ണൂർ കൊളത്തറയിലെ പ്രേമൻ പറന്നാട്ടിൽ. മട്ടുപ്പാവിൽ ഗ്രോ ബാഗുകളിലാണ് പ്രേമന്റെ പച്ചക്കറി കൃഷി. സ്വയമുള്ള അറിവുകളോടൊപ്പം കൃഷിവകുപ്പിന്റെ സഹായവും ഇദ്ദേഹത്തിനുണ്ട്. ജൈവ കൃഷിയിൽ ഈ വർഷവും 100 മേനി വിളവെടുപ്പുമായി ചെറുവണ്ണൂർ കൊളത്തറ സ്വദേശി പ്രേമൻ പറന്നാട്ടിൽ. കോളിഫ്ലവർ, വഴുതന, ബ്രോക്കോളി, പച്ചമുളക്, തക്കാളി, ക്യാരറ്റ്, ചീര, വെണ്ട, ബീറ്റ്റൂട്ട്, കാബേജ്, കൊത്തമര, പടവലം തുടങ്ങിയ വിവിധങ്ങളായ പച്ചക്കറികളാണ് വീടിന്റെ മട്ടുപ്പാവിൽ വിളഞ്ഞു നിൽക്കുന്നത്. ഗ്രോ ബാഗുകളിൽ ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. കൃഷിവകുപ്പിന്റെ സഹായവും ലഭിക്കുന്നുണ്ട്. 2005 മുതൽ ജൈവ കൃഷിയിൽ സജീവമാണ്. 2005 മുതലാണ്
നമ്മൾ കൃഷിയോട് ആരംഭിച്ചു. ജൈവ കൃഷി, അതായത് ജനങ്ങൾക്ക് രാസപദാർത്ഥം കൊണ്ട് രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പച്ചക്കറി കഴിച്ച് മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഇതാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇത്തരം കൃഷികൾ നമുക്കും ചെയ്യാം. ഇപ്പോൾ ശീതകാല പച്ചക്കറികൾ, കാബേജ്, ബ്രൊക്കോളി, ക്യാരറ്റ്, ബീട്രൂട്ട്, ഉള്ളി, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള ഒരു മോട്ടിവേഷൻ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. നമ്മൾ പൊതുവെ ഒരു സാമൂഹ്യ പ്രവർത്തനമാകുന്നതുകൊണ്ട് തന്നെ കൃഷി രീതിയെ പറ്റിയിട്ട് പഠിപ്പിക്കുക, കൃഷിക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മട്ടുപ്പാവിലാവുമ്പോൾ എന്താ വെച്ചാൽ വെയിലിന് ക്ഷാമം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് വെയിലെല്ലാം കിട്ടും. മട്ടുപ്പാവിൽ 2 മട്ടുപ്പാവിലായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയിലെ PLV ആണ് പ്രേമൻ പറന്നാട്ടിൽ. കൂടാതെ കൃഷിരീതിയെപ്പറ്റി വിവിധ സ്ഥലങ്ങളിൽ ക്ലാസുകൾ എടുക്കാറുമുണ്ട് ഇദ്ദേഹം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാഴ്ച പരിമിതരായവരുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് ഇനി. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ സംസ്ഥാനതല തിരഞ്ഞെടുപ്പ് കുണ്ടായിത്തോട് റീഹാബിലിറ്റേഷൻ കം ട്രെയിനിംഗ് ഫോർ ദി ബ്ലൈൻഡിൽ നടന്നു. കാഴ്ച പരിമിതരായവർ തങ്ങളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ സജീവമായി പങ്കെടുക്കുന്ന കാഴ്ചകളാണിത്. പരിമിതികൾ ഉണ്ടെന്ന് കരുതി വോട്ടവകാശം വിനിയോഗിക്കാതെ മാറി നിൽക്കുകയല്ല, മറിച്ച് ഒരാളുടെ സഹായത്തോടെ വോട്ടുകൾ രേഖപ്പെടുത്തുകയാണ്. TDRF വളണ്ടിയർമാരാണ് ഓരോരുത്തർക്കും വോട്ട് ചെയ്യാൻ സഹായമൊരുക്കുന്നത്. ആർക്കാണോ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരുടെ പേര് വളണ്ടിയറോട് പറയുകയും വളണ്ടിയറുടെ സഹായത്തോടെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. കേരളത്തിലെ കാഴ്ച പരിമിതരുടെ സംഘടനയായ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 58 വർഷങ്ങളായി തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. കേരളം മുഴുവനും സംഘടനയ്ക്ക് ഓഫീസുകളുമുണ്ട്. കുണ്ടായിത്തോട് റീഹാബിലിറ്റേഷൻ കം ട്രെയിനിംഗ് സെന്റർ ഫോർ ബ്ലൈൻഡിലാണ് സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് നടന്നത്. 56ാമത് ജനറൽ ബോഡിയും ഇതോടൊപ്പം നടന്നു. സാധാരണ എല്ലാ അർത്ഥത്തിലുമുള്ള ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്, നമ്മൾ പൊതു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഒരു നമ്മളുടെ ഈ യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ നമ്മൾ പ്രായപൂർത്തി വോട്ടവകാശം ഏത് തരത്തിൽ നമ്മൾ നിർവഹിക്കുന്നോ ആ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ആണ് ഈ സംഘടനകളുള്ളത്. പൊതുവേ NGOസിൽ പലയിടത്തിലും ഡയറക്റ്റ് തിരഞ്ഞെടുപ്പില്ല. അതൊരു പ്രത്യേക ഗ്രൂപ്പിന്റെ കയ്യിലാണ് NGOസ് പലതും നിയന്ത്രിക്കപ്പെടുന്നത്. ഇതങ്ങനെയല്ല, പരിപൂർണ ജനാധിപത്യം. ഇതിനകത്തൊരു അംഗമാണോ അയാൾക്ക് പരിപൂർണമായിട്ട് വോട്ടവകാശമുണ്ട്, മത്സരിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജനാധിപത്യ പ്രക്രിയ, നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്ന ഡെമോക്രസി, അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കിയിട്ടുള്ള ഒരു NGO ആണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയും. 3 വർഷം കൂടുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നേരിട്ട് കാണാനും അറിയാനും കാഴ്ചശക്തി ഇല്ലെങ്കിലും സ്വന്തം ഉൾക്കാഴ്ചയുടെ വെളിച്ചത്തിൽ തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടാൻ ഉറച്ചാണ് ഓരോരുത്തരും വോട്ട് ചെയ്തിറങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്റെ യാത്ര എന്റെ കഥ സംവാദം സംഘടിപ്പിച്ചു. വ്യത്യസ്തത ഉണ്ടെങ്കിൽ സംരംഭകർക്ക് വിജയം ഉറപ്പാക്കാനാകുമെന്ന് VP നന്ദകുമാർ സംവാദത്തിൽ പറഞ്ഞു. സമൂഹത്തിൽ ഉന്നതിയിലെത്തി നിൽക്കുന്ന പ്രതിഭകളുമായാണ് കാലിക്കറ്റ് ചേംബർ സംവാദം സംഘടിപ്പിക്കുന്നത്. എന്റെ യാത്ര എന്റെ കഥ എന്ന വിഷയത്തിൽ IIM കാലിക്കറ്റ് ചെയർമാനും മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് ചെയർമാനുമായ VP നന്ദകുമാർ ചേംബർ അംഗങ്ങളുമായി സംവദിച്ചു. ആദ്യമായിട്ട് ഗോൾഡ് ലോൺ എന്ന് പറയുന്നത് ഡിസ്കസ് പ്രൊഡക്റ്റ്. ഇന്ത്യയിൽ ആദ്യം ഗോൾഡ് ലോൺ NBFC ഗോൾഡ് ലോൺ തുടങ്ങിയിട്ടില്ല. ഇന്ത്യയിൽ ആരാണ് തുടങ്ങിയത്? മുത്തൂറ്റ് എന്ന് പറയുമ്പോൾ കേട്ടിട്ടുണ്ടോ? മുത്തൂറ്റൊക്കെ മുത്തൂറ്റ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത് പല അൺഇൻകോർപ്പറേറ്റഡ് പ്രോഡക്ട്സ്. അങ്ങനെ ആദ്യമായിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത കാലിക്കറ്റ് ചേംബർ പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി അധ്യക്ഷനായി. അബ്ദുള്ളക്കുട്ടിക്കുള്ള ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിൽ ഉപഹാരം ചടങ്ങിൽ ചെയർമാൻ MV കുഞ്ഞാമു സമ്മാനിച്ചു. ചേംബർ സെക്രട്ടറി ബോബിഷ് കുന്നത്ത്, ട്രഷറർ അർഷാദ് ആദിരാജ, സുബൈർ കൊളക്കാടൻ, റാഫി P ദേവസ്യ, PM ഷാനവാസ്, ഷെറീൻ താരീഖ്, സുന്ദർരാജ് തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
ഇന്നെന്താ ഓഫീസിൽ നിന്ന് വൈകിയത്? ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. ഇന്നും പാല് വാങ്ങാൻ മറന്നോ? ഞാനത് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ വാങ്ങിച്ചു. അതും മിൽമയുടെ ലോങ് ലൈഫ് പാൽ. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയും വാങ്ങിയ കേടാവില്ലേ? ഇല്ലെന്നേ, അതിനെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. മിൽമ ലോങ് ലൈഫ് പാൽ അത്യാധുനിക UHT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിച്ച് അണുവിമുക്തമാക്കി 5 ലെയർ അസെപ്റ്റിക് പാക്കിംഗിലാണ് ലഭിക്കുന്നത്. തണുപ്പിക്കാതെ തന്നെ 3 മാസം വരെ കേടാവാതിരിക്കും. പാക്കറ്റ് പൊട്ടിച്ച ശേഷം മാത്രം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. കൂടാതെ വൈറ്റമിൻ എയും ഡിയും ഉണ്ട്. മായം ഒന്നുമില്ല. സാങ്കേതിക വിദ്യ പോയ പോക്കെ. വിശ്വസിക്കാം മിൽമയെ. അപ്പൊ ഇനി പാല് മുടങ്ങില്ലല്ലേ? ഇനി വാങ്ങാം മിൽമ ലോങ് ലൈഫ് പാൽ. സേഫ് ആണ്, ഹെൽത്തിയാണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്നു. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. SDPI ദേശീയ പ്രതിനിധി സഭ 20-21 തീയതികളിൽ മംഗലാപുരത്ത് നടക്കും. സോഷ്യൽ ജസ്റ്റിസ്, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവയിൽ ഊന്നിയുള്ള പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ ഈ സമ്മേളനം സഹായിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. നാഷണൽ റെപ്രസെന്റേറ്റീവ് കൗൺസിൽ ഈ വരുന്ന 20-21 തീയതികളിൽ തൊട്ടടുത്ത സംസ്ഥാനമായ മംഗലാപുരത്ത് നടക്കുകയാണ്. ദേശീയ പ്രതിനിധി സഭയുടെ മുഖ്യ ദൗത്യം അടുത്ത ടേമിലേക്കുള്ള നാഷണൽ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുക എന്നതാണ്. അതോടൊപ്പം കഴിഞ്ഞ ടേമിലെ പ്രവർത്തന റിപ്പോർട്ട് നിശിതമായ വിമർശനങ്ങൾക്ക് വിലയിരുത്തലിന് വിധേയമാക്കും. നമുക്കറിയാം, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI ഇന്ത്യ രാജ്യത്ത് ഒരു പാർട്ടിയുടെ കുറവുണ്ടായതുകൊണ്ടുള്ള പാർട്ടിയല്ല. ഒരു പ്രത്യേക ചരിത്ര ഘട്ടത്തിൽ ചരിത്രപരമായ ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് അനിവാര്യമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. വിശപ്പിൽ നിന്നുള്ള മോചനം, ഭയത്തിൽ നിന്നുള്ള മോചനം എന്ന മുദ്രാവാക്യമാണ് പാർട്ടി അതിന്റെ തുടക്കം മുതൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ ജസ്റ്റിസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ജനാധിപത്യത്തെക്കുറിച്ച്, ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച്, ജനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പൗരന്മാരെ എഡ്യൂക്കേറ്റ് ചെയ്ത്, ബോധവൽക്കരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് പാർട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മനോജ് തെക്കേടത്തിന്റെ കവിതാ സമാഹാരം വീട് വരയ്ക്കുന്ന കുട്ടി പ്രകാശനം ചെയ്തു. കവി PK ഗോപിയിൽ നിന്നും മുതിർന്ന മാധ്യമപ്രവർത്തകൻ KF ജോർജ് പുസ്തകം ഏറ്റുവാങ്ങി. സാഹിത്യ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച മനോജ് തെക്കേടത്തിന്റെ കവിതാ സമാഹാരം വീട് വരയ്ക്കുന്ന കുട്ടി കവി PK ഗോപി പ്രകാശനം ചെയ്തു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KF ജോർജ് പുസ്തകം ഏറ്റുവാങ്ങി. അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർക്കെല്ലാം 51 അക്ഷരങ്ങളാണ് ആയുധങ്ങളെന്ന് PK ഗോപി പറഞ്ഞു. അക്ഷരത്തെ പൂജിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അക്ഷരത്തെ പൂജിക്കുന്ന, ആയുധത്തെ പൂജിക്കുന്നവരുടെ കാര്യമല്ല പറഞ്ഞത്. ആയുധത്തെ പൂജിക്കണം, പക്ഷെ അത് കൃഷിക്കുള്ള ആയുധത്തെ കുറിച്ചാണ് പറയുന്നത്, മാരകായുധത്തെ കുറിച്ചല്ല, ജീവനെടുക്കുന്ന ആയുധത്തെ കുറിച്ചല്ല പറയുന്നത്. ജീവൻ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ആയുധമുണ്ടാകും, അത് ആശയത്തിൽ നിന്ന് രൂപാന്തരപ്പെടുന്നതാണ്. അതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതുകാലം തുടങ്ങിയതാണ് ഈ ഭാഷ കൊണ്ടുള്ള പ്രയോഗ സൗകുമാര്യത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ. എത്രയോ കാലം മുമ്പ് തുടങ്ങിയതാണ്. ഒട്ടും സമയം കളയാനില്ല നമുക്ക് സത്യത്തിൽ. കവയിത്രി ഡോക്ടർ ആര്യ ഗോപി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. സാഹിത്യനഗരം നോഡൽ ഓഫീസർ AK സരിത, ദർശനം സാംസ്കാരിക വേദി രക്ഷാധികാരി MA ജോൺസൺ, സാഹിത്യ പബ്ലിക്കേഷൻസ് മാനേജിംഗ് എഡിറ്റർ സുദീപ് തെക്കേപ്പാട്ട്, ചിത്രകാരൻ റോയ് കാരാത്ര, മോഹനൻ പുതിയോട്ടിൽ, സുഗന്ധി AV, നോബി ബെൻഡക്സ്, രാധിക ദീപക്, മനോജ് തെക്കേടത്ത് എന്നിവർ സംസാരിച്ചു. മലയാള മനോരമ കോഴിക്കോട് യൂണിറ്റിലെ അസിസ്റ്റന്റ് എഡിറ്ററാണ് മനോജ് തെക്കേടത്ത്. മലാപ്പറമ്പ് മൊണാസ്ട്രി ഓഫ് ലവിലാണ് പ്രകാശന ചടങ്ങ് നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തമ്പലം മ്യൂസിക് അക്കാദമി സംഗീത രംഗത്തെ അവാർഡുകൾ പ്രഖ്യാപിച്ചു.
പി ജയചന്ദ്രന്റെ പേരിലുള്ള പുരസ്കാരം സംഗീത സംവിധായകൻ മോഹൻ സിത്താരയ്ക്കും സിനിമ പിന്നണി ഗായകനുള്ള പുരസ്കാരം പി കെ സുനിൽകുമാറിനും നൽകും. പി ജയചന്ദ്രൻ എന്ന് പറയുന്ന മലയാളികളും ഏറെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് ഒരു സംഗീത സംവിധായകനുള്ള പുരസ്കാരം 30,001 രൂപയും ഫലകവും പ്രശംസാപത്രവുമാണ് നമ്മൾ ഇവിടെ കൊടുക്കാൻ മോഹൻ സിത്താരയ്ക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ ഒരു പ്രശസ്ത പിന്നണി ഗായകനുള്ള ഒരു അവാർഡ്, അത് കോഴിക്കോടുകാരനായിട്ടുള്ള പി കെ സുനിൽകുമാറിന് 20,001 രൂപയും ഫലകവും പ്രശംസാപത്രവും അടങ്ങുന്ന ഒരു അവാർഡും ഇതോടൊപ്പം നമ്മൾ നൽകി വരുന്നുണ്ട്. കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് 21-ന് വൈകിട്ടാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് മാതൃഭൂമിയുടെ മാനേജിംഗ് ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായിട്ടുള്ള ശ്രീ പി വി ചന്ദ്രൻ അവറുകളാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര ഭരണ നീക്കത്തിനെതിരെ CPI പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ബേപ്പൂരിൽ നടന്ന പരിപാടി നരുക്കിനി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. പീതാംബരൻ പൊന്നത്ത്, ബി മുഹമ്മദ് ബഷീർ, സി ദേവരാജൻ, KP ഹുസൈൻ എന്നിവരും സംസാരിച്ചു. ദവാദ്മി KMCCയും മുസ്ലിം ലീഗ് പെരുവയൽ ടൗൺ കമ്മിറ്റിയും സംയുക്തമായി നിർമ്മിച്ചു നൽകിയ ബൈത്തുൽ റഹ്മയുടെ താക്കോൽദാനം പാണക്കാട് സയ്യിദ് മുനവർലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് K മൂസ മൗലവി അധ്യക്ഷനായിരുന്നു. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് മുഖ്യ പ്രഭാഷണം നടത്തി. അബ്ദുൾ റൌഫ് ഉദവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. TP മുഹമ്മദ്, NB കോയ, PP ജാഫർ, PK ഷറഫുദ്ദീൻ, രവികുമാർ പനോളി, NT ഹംസ തുടങ്ങിയവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരുവുനായ അക്രമം പെരുകുന്നു. നടപടി സ്വീകരിക്കാതെ ഭരണാധികാരികൾ. 1 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ജപ്പാൻ മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കാനുള്ള കുത്തിവയ്പ് ആരംഭിച്ചു. കോഴിക്കോട് കടപ്പുറത്ത് കഞ്ചാവ് ഉണക്കാൻ വെച്ച് കിടന്നുറങ്ങി വെള്ളയിൽ സ്വദേശി മുഹമ്മദ് റാഫി പിടിയിൽ. സാന്ത്വന പരിചരണം സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന് കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.